ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. കോമ്പറ്റേറ്റീവ് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇപ്പോഴുള്ള എക്സാം പാറ്റേൺ നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് ഒരു കറണ്ട് ഇവന്റ് നടന്നാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻസ് കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ബ്രോഡർ ആസ്പെക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദിശ അക്കാഡമി വീക്ക് ഇൻ ഫോക്കസ് എന്നുള്ള ഈ ഒരു സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീരീസിൽ ഒരു വീക്കിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് നമ്മൾ ആ വീക്കെൻഡിൽ ഫ്രൈഡേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സീരീസിലെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025. റീസെന്റ് ആയിട്ടാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025ന്റെ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ആ റിപ്പോർട്ടിൽ എന്താണ് ഉള്ളതെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താണ് ഈ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025 എന്ന് പറയുന്നത് 2007ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2007 സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻഡെക്സ് ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ആനുവലി പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. എല്ലാ വർഷവും ഈ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഈ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയാണ്, സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണെന്ന് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓൾ ഓവർ ഇന്ത്യ ഉള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വിച്ച് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. ആൻഡ് ഈ ഒരു ഇൻഡെക്സ് UN ജനറൽ അസംബ്ലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസീസിന് ഒരു അതോറിറ്റേറ്റീവ് റെഫറൻസ് ആയിട്ട് UN ജനറൽ അസംബ്ലി ഈ ഒരു ഇൻഡെക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇൻഡെക്സ് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ ഇന്നോവേഷൻ ട്രെൻഡ്സ്, ഗ്ലോബലി ഉള്ള ഇന്നോവേഷൻ ട്രെൻഡ്സ് ആണ് ഈ ഒരു ഇൻഡെക്സിൽ എന്ത് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നത് ഓർ മെഷർ ചെയ്യുന്നത്. ആൻഡ് 139 എക്കോണമീസ്, 139 എക്കോണമീസ് ഓർ കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് 80ഓളം ഇൻഡിക്കേറ്റേഴ്സ്, ഇന്നോവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 80ഓളം ഇൻഡിക്കേറ്റേഴ്സ് അസസ് ചെയ്തിട്ടാണ് 139 കൺട്രീസിനെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിൽ റാങ്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗ്ലോബൽ കീ ഹൈലൈറ്റ്സ് ഓഫ് ദി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025. ഇനി ഇപ്പോൾ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025ന്റെ കീ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോപ്പ് 5 കൺട്രീസ്, ഈ ഒരു ഇൻഡെക്സിലെ ടോപ്പ് 5 കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ആൻഡ് ഫോർ ദ 15th കോൺസിക്യൂട്ടീവ് ഇയർ, തുടർച്ചയായിട്ടുള്ള 15ാമത്തെ വർഷമാണ് സ്വിറ്റ്സർലാൻഡ് ടോപ്പ് പൊസിഷൻ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിലുള്ളത് സ്വീഡൻ ആണ്. തേർഡ് പൊസിഷനിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഫോർത്ത് പൊസിഷനിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഫിഫ്ത്ത് പൊസിഷനിൽ സിംഗപ്പൂർ. ടോപ്പ് 10ൽ ഒരേ ഒരു ഏഷ്യൻ കൺട്രി മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ചൈന. ചൈനയുടെ റാങ്ക് എന്ന് പറയുന്നത് 10 ആണ്. സോ ഈ ഇൻഡെക്സിലെ ടോപ്പ് കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 25 പൊസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സ്വിറ്റ്സർലാൻഡ് ആണ് 15ാമത്തെ കൺസിക്യൂട്ടീവ് ഇയറിലും ഫസ്റ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സിൽ ഇനി ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 139 കൺട്രീസിൽ 38th പൊസിഷൻ, 38ാമത്തെ പൊസിഷൻ ആണ് ഇന്ത്യക്കുള്ളത്. 139 എക്കോണമീസിൽ 38ാമത്തെ പൊസിഷൻ ആണ് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യക്കുള്ളത്. ആൻഡ് ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 2024 പൊസിഷനിൽ നിന്നും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് 2025 ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലോവർ മിഡിൽ ഇൻകം എക്കോണമീസ് എടുത്താൽ, ലോവർ മിഡിൽ ഇൻകം എക്കോണമീസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് ഫസ്റ്റ് റാങ്ക്. അതുപോലെ തന്നെ സെൻട്രൽ ആൻഡ് സദേൺ ഏഷ്യൻ കൺട്രീസ് എടുത്താലും ഇന്ത്യക്കാണ് ഫസ്റ്റ് റാങ്ക്. ചൈന എന്ന് പറയുന്നത് ഒരു ഈസ്റ്റ് ഏഷ്യൻ കൺട്രി ആണ്. ബട്ട് സെൻട്രൽ ആൻഡ് സദേൺ ഏഷ്യ, സെൻട്രൽ ഏഷ്യ എന്ന് പറയുമ്പോൾ ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലെയുള്ള കൺട്രീസ് അടങ്ങുന്ന സെൻട്രൽ ഏഷ്യയും അതുപോലെ തന്നെ സദേൺ ഏഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മാൽഡീവ്സ് അടങ്ങുന്ന സദേൺ ഏഷ്യൻ കൺട്രീസും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാണെന്ത് ഇവരിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ലോവർ മിഡിൽ ഇൻകം കൺട്രീസിന്റെ കേസ് എടുത്താലും ഇന്ത്യക്കാണ് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. സെൻട്രൽ ആൻഡ് സദേൺ ഏഷ്യൻ കൺട്രീസ് എടുത്താലും ഇന്ത്യക്കാണ് ഈ ഒരു ഇൻഡെക്സിലെ ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊജക്ട് ചീറ്റ.
പ്രൊജക്ട് ചീറ്റയും ഇപ്പൊ റീസെന്റ് ആയിട്ട് ന്യൂസിലുള്ള ഒരു ഇവന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് ചീറ്റ ഇപ്പൊ റീസെന്റ് ആയിട്ട് ന്യൂസിൽ വന്നതെന്ന് ചോദിച്ചാൽ, പ്രൊജക്ട് ചീറ്റയിൽ ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി, ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പ്രൊജക്ട് ചീറ്റയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി. സോ ഈ ഒരു കമ്മിറ്റി ഇപ്പോൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കുനോ നാഷണൽ പാർക്ക്, ഇപ്പൊ ചീറ്റാസ് ഉള്ളത് കുനോ നാഷണൽ പാർക്കിലാണ്, മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലാണ് ഇപ്പൊ ചീറ്റാസ് ഉള്ളത്. ആ ചീറ്റാസിൽ കുറച്ച് ചീറ്റാസിനെ ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, മധ്യപ്രദേശിൽ തന്നെയുള്ള ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൊജക്ട് ചീറ്റ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, റീസെന്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ചീറ്റാസിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചുള്ള ചില കീ ഇൻഫർമേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എടുത്തു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സാങ്ച്വറി രാജസ്ഥാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡർ ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശിലാണ് ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് രാജസ്ഥാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡറും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കത്യാർ ഗിർ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എക്കോ റീജിയനിലാണ്. കത്യാർ ഗിർ ഡ്രൈ ഡെസിഡിയസ് എക്കോ ഫോറസ്റ്റ് റീജിയനിലാണ് ഈ ഒരു സാങ്ച്വറി എന്ത് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ചീറ്റാസിന്റെ ഹാബിറ്റാറ്റ് എന്താണ്? ആൻഡ് ഇന്ത്യയിലുള്ള ചീറ്റാസ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചീറ്റാസ് ആഫ്രിക്കൻ ചീറ്റാസ് ആണ്. ആൻഡ് ആഫ്രിക്കൻ ചീറ്റാസിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് സവന്ന ഗ്രാസ് ലാൻഡ്സ് ആണ്. സോ ആ ഗ്രാസ് ലാൻഡ്സിന് ഏതാണ്ട് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡ്സും ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റും ഉള്ള റീജിയൻസ് ആണെന്ത്, കുനോ നാഷണൽ പാർക്കും അതുപോലെ തന്നെ ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് ചീറ്റാസിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കൂടി ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ചമ്പൽ റിവർ. ചമ്പൽ റിവർ ആണ് ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കൂടി ഫ്ലോ ചെയ്യുന്ന റിവർ. ആൻഡ് ഈ ചമ്പൽ റിവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിസാഗർ ഡാമും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അകത്താണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിസാഗർ ഡാമും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് കെനിയയിലുള്ള മസായി മാറ നാഷണൽ റിസർവിന് എന്താണ്, റിസംബിൾ ചെയ്യുന്ന ഒരു സാങ്ച്വറിയാണ്. കെനിയയിലാണ് മസായി മാറ എന്ന് പറഞ്ഞ ഈ ഒരു നാഷണൽ റിസർവ് ഉള്ളത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്, സവന്ന ഗ്രാസ് ലാൻഡ്സ് ഉള്ള ഒരു റിസർവ് ആണ്. അവിടെ ചീറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹാബിറ്റാറ്റ്, അവിടെ ചീറ്റാസിന്റെ ഹാബിറ്റാറ്റ് ആണ്. സോ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ആണ് എന്ത്, ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഉള്ളത്. ഇനി പ്രൊജക്ട് ചീറ്റാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പ്രൊജക്ട് ചീറ്റ എന്ന് പറയുമ്പോൾ 2022 എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്ട് ചീറ്റ ലോഞ്ച് ചെയ്യുന്നത്. 2022 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊജക്ട് ചീറ്റ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രൊജക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, 70 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ചീറ്റാസിനെ എന്ത് ചെയ്യുക, ഇന്ത്യയിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക. 70 വർഷം മുന്നേ ഇന്ത്യയിൽ നിന്ന് ചീറ്റാസ് എന്ത് ചെയ്തു, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. ആ ചീറ്റാസിനെ എന്ത് ചെയ്യുക, ഇന്ത്യയിലേക്ക് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ട് ചീറ്റയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നത് പ്രൊജക്ട് ടൈഗറിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രൊജക്ട് ടൈഗറിന്റെ അണ്ടറിലാണ് ഈ ഒരു പ്രൊജക്ട് ചീറ്റ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രൊജക്ട് ചീറ്റ എടുത്തു കഴിഞ്ഞാൽ വേൾഡിലെ തന്നെ ഫസ്റ്റ് ഇന്റർ കോണ്ടിനെന്റൽ ലാർജ് വൈൽഡ് കാർണിവോർ ട്രാൻസ്ലൊക്കേഷൻ പ്രൊജക്ട് ആണ്. അതായത് ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക്, അതായത് ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക്, ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ലാർജ് വൈൽഡ് കാർണിവോറിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രൊജക്റ്റ് ആണ്. വേൾഡിൽ തന്നെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണ് എന്ത്, പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇന്റർ കോണ്ടിനെന്റൽ ലാർജ് വൈൽഡ് കാർണിവോർ ട്രാൻസ്ലൊക്കേഷൻ പ്രൊജക്ട്. ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് ഒരു ലാർജ് വൈൽഡ് കാർണിവോറിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന വേൾഡിലെ തന്നെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രൊജക്ട് ചീറ്റയുടെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണ് പ്രൊജക്ട് ചീറ്റയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഓർ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു അതോറിറ്റി, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്,
ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വരുന്നത്. ആൻഡ് ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊജക്ട് ടൈഗർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ 2022-ല് 20 ചീറ്റാസിനെ 20 ചീറ്റാസിനെയാണ് എന്ത് ചെയ്യുന്നത്, ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലുള്ള കുനോ നാഷണൽ പാർക്കിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. 8 ചീറ്റാസിനെ നമീബിയയിൽ നിന്നും 12 ചീറ്റാസിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലും മധ്യപ്രദേശിലുള്ള കുനോ നാഷണൽ പാർക്കിലേക്ക് 20 ചീറ്റാസിനെയാണ് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നത്. 8 എണ്ണം നമീബിയയിൽ നിന്നും 12 എണ്ണം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും. ആൻഡ് ഈ 20 ചീറ്റാസിനെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീഡിംഗ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചീറ്റാസിന്റെ പോപ്പുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് എന്ത്, ഗവൺമെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് ഓഫ് നൗ സെപ്റ്റംബർ 2025 അനുസരിച്ച് ഇന്ത്യയിലെ ചീറ്റ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 27 ആണ്. 27 ഇന്ത്യയിലെ നിലവിലുള്ള ചീറ്റാസിന്റെ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 11 എണ്ണത്തിന് നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തതാണ്. ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത 20 ചീറ്റാസിൽ 11 ചീറ്റാസ് ഇപ്പോഴും എലൈവ് ആണ്. അതുകൂടാതെ നമ്മൾ കുനോ നാഷണൽ പാർക്കിൽ വെച്ച് ബ്രീഡിംഗ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, 16 കപ്സിനെ നമുക്ക് ബ്രീഡിംഗ് വഴി ജനിച്ച 16 കപ്സിനെ നമുക്ക് കൺസേർവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ബ്രീഡിംഗ് വഴി ജനിച്ച കപ്സിൽ 16 കപ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും എലൈവ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് 60% ആണ്. സോ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 60% ആണ്. കുനോ നാഷണൽ പാർക്കിൽ ജനിച്ച ചീറ്റ കപ്സിൽ 60% കപ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട്. അതായത് സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് 60% ആണ്. വിച്ച് മീൻസ് പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നതാണ് സക്സസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ത്യയിലേക്ക് നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തത് ആഫ്രിക്കൻ ചീറ്റാസിനെയാണ്. പ്രൊജക്ട് ചീറ്റ 2000-ലാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ആദ്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഏഷ്യൻ ചീറ്റാസിനെയാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിരുന്നത്. എന്നാൽ ഏഷ്യൻ ചീറ്റാസിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. ആൻഡ് ഏഷ്യൻ ചീറ്റാസ് ഉള്ളത് ഇറാനിൽ മാത്രമാണ്. ബട്ട് ഇറാൻ നമുക്ക് ചീറ്റാസിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, കുറച്ച് വിമുഖത കാണിച്ചു. അതുമൂലമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏഷ്യൻ ചീറ്റാസിനെ വിട്ടിട്ട് ആഫ്രിക്കൻ ചീറ്റാസിനെ ഇന്ത്യയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഏഷ്യൻ ചീറ്റാസും ആഫ്രിക്കൻ ചീറ്റാസും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ, ആഫ്രിക്കൻ ചീറ്റയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അക്വിനോണിക്സ് ജുബാറ്റസ് ആണ്. ഏഷ്യാറ്റിക് ചീറ്റയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അക്വിനോണിക്സ് ജുബാറ്റിസ് വെനാറ്റിക്കസ് ആണ്. ആഫ്രിക്കൻ ചീറ്റ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ഉടനീളം നമുക്ക് ആഫ്രിക്കൻ ചീറ്റാസിനെ കാണാൻ സാധിക്കും. നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, സദേൺ ആഫ്രിക്ക എല്ലായിടത്തും നമുക്ക് ആഫ്രിക്കൻ ചീറ്റാസിനെ കാണാൻ സാധിക്കും. ആൻഡ് ആഫ്രിക്കൻ ചീറ്റാസിന്റെ പോപ്പുലേഷൻ അത്യാവശ്യം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ്. എന്നാൽ ഏഷ്യാറ്റിക് ചീറ്റ എടുത്തു കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ചീറ്റ ആകെ 12 എണ്ണം മാത്രമേ ഉള്ളൂ. ഓൺലി 12 ഏഷ്യാറ്റിക് ചീറ്റാസ് ആർ ലെഫ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ 12 ഏഷ്യാറ്റിക് ചീറ്റാസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ 9 എണ്ണം മെയിലും 3 എണ്ണം ഫീമെയിലും ആണ്. സോ 9 മെയിൽ ഏഷ്യാറ്റിക് ചീറ്റാസും 3 ഫീമെയിൽ ഏഷ്യാറ്റിക് ചീറ്റാസും മാത്രമേ വേൾഡിൽ ബാക്കിയുള്ളൂ. ആൻഡ് ഈ 12 ചീറ്റാസും ഉള്ളത് ഇറാനിലാണ്. ഇറാനിൽ മാത്രമാണ് ഇപ്പോൾ ഏഷ്യാറ്റിക് ചീറ്റാസ് ഉള്ളത്. 9 മെയിലും 3 ഫീമെയിലും. ആൻഡ് സൈസ് നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കൻ ചീറ്റാസിനാണ് എന്തത്, കുറച്ച് സൈസ് കൂടുതലുള്ളത്. ഏഷ്യാറ്റിക് ചീറ്റാസിന്റെ സൈസ് കുറച്ച് കുറവാണ്. ആൻഡ് ആഫ്രിക്കൻ ചീറ്റാസിന്റെ കളർ കുറച്ചും കൂടി ഡാർക്കർ യെല്ലോ ആണ്. ബട്ട് ഏഷ്യാറ്റിക് ചീറ്റാസിൻ്റെ കുറച്ചും കൂടി പെയിൽ ആയിട്ടുള്ള യെല്ലോ ആണ്. ആൻഡ് ആഫ്രിക്കൻ ചീറ്റാസിന്റെ IUCN റെഡ് ലിസ്റ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വൾണറബിൾ ആണ്. IUCN റെഡ് ലിസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് ആഫ്രിക്കൻ ചീറ്റ എന്ന് പറയുന്നത് വൾണറബിൾ ആണ്. അതേസമയം ഏഷ്യാറ്റിക് ചീറ്റാസിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഏഷ്യാറ്റിക് ചീറ്റാസ് എന്ന് പറയുന്നത് റെഡ് ലിസ്റ്റ് അനുസരിച്ച് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അതേസമയം ആഫ്രിക്കൻ ചീറ്റാസ് എന്ന് പറയുന്നത് എന്താണ്, വൾണറബിൾ കാറ്റഗറിയിലാണ് പെടുന്നത്. SSC, ബാങ്ക് ആൻഡ് റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈം. വിജയദശമിയിൽ നിങ്ങൾക്ക് പുതിയൊരു ആരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമിയുടെ വിജയദശമി ഓഫർ ഇപ്പോൾ ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഈ ഒരു വിജയദശമി സ്പെഷ്യൽ ഓഫർ പ്രകാരം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 2 വരെയുള്ള പീരീഡിൽ ദിശ അക്കാഡമിയുടെ ഏത് ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്താലും SSC, RRB ഓർ ബാങ്ക്
ഏത് ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഫ്ലാറ്റ് 20% ഓഫർ കിട്ടുന്നതായിരിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിജയ് 20 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എല്ലാ കോഴ്സസിനും ഈ ഒരു 20% ഓഫർ ആപ്ലിക്കബിൾ ആണ് ആസ് എ പാർട്ട് ഓഫ് വിജയദശമി. ആൻഡ് ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കോഴ്സിനെ സംബന്ധിച്ചോ ജോയിനിങ്ങിനെ സംബന്ധിച്ചോ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് 7012615062. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് അഗ്നി പ്രൈം മിസൈൽ. സോ റീസെന്റ് ആയിട്ട് ന്യൂസിൽ വന്ന മറ്റൊരു ഇവന്റ് ആണ് അഗ്നി പ്രൈം മിസൈൽ. എന്താണ് അഗ്നി പ്രൈം മിസൈൽ? സോ അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചറിൽ നിന്ന് അഗ്നി പ്രൈം മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തു. സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യ അഗ്നി പ്രൈം മിസൈലിന്റെ ടെസ്റ്റ് ഫയറിംഗ് കംപ്ലീറ്റ് ചെയ്തു ഫ്രം എ റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ. ഒരു റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചറിൽ നിന്ന് അഗ്നി പ്രൈം മിസൈൽ എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തു. ഇനി എന്താണ് ഈ റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിനിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ലോഞ്ചറാണ്. ഒരു മിസൈൽ ലോഞ്ചറിൽ നിന്ന് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു? സോ ട്രെയിനിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മിസൈൽ ലോഞ്ചറിൽ നിന്ന് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തു? അഗ്നി പ്രൈം മിസൈൽ ലോഞ്ച് ചെയ്തു. വിച്ച് മീൻസ് നമ്മൾക്കിപ്പോൾ റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ലോഞ്ച് ചെയ്യാവുന്ന മിസൈൽ കേപ്പബിലിറ്റിയും നമുക്കിപ്പോൾ ഉണ്ട്. അതായത് ട്രെയിനിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ മിസൈൽസ് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് ഇന്ത്യയുടെ ഡിഫൻസിനകത്ത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ആൻഡ് ഈ അഗ്നി പ്രൈം മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഓർ DRDO ആണ് അഗ്നി പ്രൈം മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും ഇൻ കൊളാബറേഷൻ വിത്ത് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് SFC. സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡുമായിട്ടുള്ള കൊളാബറേഷനിൽ DRDO ആണ് എന്ത് ചെയ്യുന്നത്? അഗ്നി പ്രൈം മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. ഇനി സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ 3 ഫോഴ്സസ് ഉണ്ടല്ലോ, ആർമി, നേവി, എയർഫോഴ്സ്, ഇവരുടെ എല്ലാം കൂടി ഒരു കമാൻഡാണ്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം കൂടി റെപ്രസെന്റേഷൻ ഉള്ള ഒരു കമാൻഡാണെന്ത്? ഈ ഒരു SFC ഓർ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രൈ സർവീസ് കമാൻഡ്, ഒരു ട്രൈ സർവീസ് കമാൻഡ് ആണ്. ആൻഡ് ഈ ഒരു ട്രൈ സർവീസ് കമാൻഡാണ് എന്തുള്ളത്? ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ കസ്റ്റഡിയും അഡ്മിനിസ്ട്രേഷനും ഇവരുടെ കയ്യിലാണുള്ളത്. SFC സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്ന് പറയുന്ന ഒരു ട്രൈ സർവീസ് കമാൻഡ് ആണ്. ആൻഡ് ഇവർക്കാണ് എന്തുള്ളത്? ഇന്ത്യയിലുള്ള ന്യൂക്ലിയർ വെപ്പൺസിന്റെ കസ്റ്റഡി, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ SFCയുടെ കയ്യിലാണുള്ളത്. ആൻഡ് അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റി കേപ്പബിലിറ്റി ഉള്ള മിസൈലാണ്. സോ ന്യൂക്ലിയർ വോർഹെഡ്സ് ക്യാരി ചെയ്യാൻ സാധിക്കുന്ന ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള ഒരു മിസൈലാണെന്ത്? ഈ ഒരു അഗ്നി പ്രൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? SFC ആയിട്ട് നമ്മൾ DRDO കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് SFCയുടെ കയ്യിലാണ് എന്തുള്ളത്? ന്യൂക്ലിയർ വെപ്പൺസിന്റെ കസ്റ്റഡിയും അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് SFC ആണ്. അതുകൊണ്ടാണ് അഗ്നി പ്രൈം മിസൈൽ, ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള അഗ്നി പ്രൈം മിസൈൽ DRDO SFC ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അഗ്നി പ്രൈം ഓർ അഗ്നി P എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള ഒരു ന്യൂ ജനറേഷൻ അഗ്നി മിസൈലാണ്. അഗ്നി സീരീസിൽ തന്നെ ആറാമത്തെ ജനറേഷൻ ഓഫ് മിസൈൽസ് ആണെന്ത്? ഈ ഒരു അഗ്നി പ്രൈം ഓർ അഗ്നി P എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ സർഫസ് ടു സർഫസ് മിസൈൽ. അഗ്നി പ്രൈം ഓർ അഗ്നി P എന്ന് പറയുന്നത് ഒരു സർഫസ് ടു സർഫസ് മിസൈൽ ആണ്. അതായത് ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ സീയിൽ നിന്ന്, ലാൻഡിൽ നിന്നോ സീയിൽ നിന്നോ ലോഞ്ച് ചെയ്ത് മറ്റൊരു എനിമി കൺട്രിയുടെ ലാൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈൽസ് ആണെന്ത്? സർഫസ് ടു സർഫസ് മിസൈൽ എന്ന് പറയുന്നത്. സോ സർഫസ് ടു സർഫസ് മിസൈൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ലോഞ്ച് ചെയ്യുന്നത് ലാൻഡിൽ നിന്നോ സീയിൽ നിന്നോ ആയിരിക്കും. ആൻഡ് ഇത് പോയി സ്ട്രൈക്ക് ചെയ്യുന്നതും എനിമീസിന്റെ ലാൻഡിലായിരിക്കും. സോ ലാൻഡിൽ നിന്ന് ലാൻഡിലേക്ക് ഓർ സർഫസിൽ നിന്ന് സർഫസിലേക്ക് പോകുന്ന മിസൈൽ ആണെന്ത്? സർഫസ് ടു സർഫസ് മിസൈൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് കാനിസ്റ്റർ ലോഞ്ച്. എന്താണ് കാനിസ്റ്റർ ലോഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ മിസൈൽ കാനിസ്റ്റർ മിസൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാനിസ്റ്റർ ലോഞ്ച് മിസൈൽ എന്ന് പറയുമ്പോൾ ഈ മിസൈൽ സ്റ്റോർ ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ലോഞ്ച് ചെയ്യുന്നതും ഒരു മെറ്റാലിക് ട്യൂബിന്റെ അകത്തായിരിക്കും. ഈ ഒരു മിസൈൽ എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റോർ ചെയ്തിരിക്കുന്നത്.
ആൻഡ് ഈ ഒരു മെറ്റാലിക് ട്യൂബ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് ഓർ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ എന്താണ് കാനിസ്റ്റർ ലോഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മിസൈൽ, ഈ കാനിസ്റ്റർ ലോഞ്ച് മിസൈൽ എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ട്യൂബിനകത്ത് സീൽഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു മെറ്റാലിക് ട്യൂബിനകത്താണ് ഇത് സ്റ്റോർ ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ലോഞ്ച് ചെയ്യുന്നതും. ആൻഡ് ഈ ഒരു മെറ്റാലിക് ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മിസൈലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് കാനിസ്റ്റർ ലോഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് റോഡ് മൊബൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു മിസൈൽ എന്താണ്, മൊബൈൽ ആണ്. ആൻഡ് സോളിഡ് ഫ്യൂവൽഡ് ആണ്, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. എന്താണ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരാബോളിക് പാത്ത് ഫോളോ ചെയ്യുന്ന മിസൈൽസ് ആണ് എന്ത്, ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മിസൈൽ എന്ന് പറയുന്നത് അൺഗൈഡഡ് ആയിരിക്കും. ബൂസ്റ്റ് ഇനിഷ്യലി ഉള്ള ബൂസ്റ്റർ സ്റ്റേജിൽ മാത്രമായിരിക്കും ഈ ഒരു മിസൈലിനെ ഗൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഗൈഡ് ചെയ്തു ഈ ഒരു മിസൈലിനെ ബൂസ്റ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇതൊരു പരാബോളിക് പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇതെന്തായിരിക്കും, അൺഗൈഡഡ് ആയിരിക്കും. ഇതിന് പ്രത്യേകിച്ച് എന്തിനുള്ള ഗൈഡൻസ് ഒന്നും കാണില്ല. ഇത് പോകുന്ന പരാബോളിക് പോത്ത് ഫോളോ ചെയ്ത് പോകത്തേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എന്തില്ല, ഇതിന് ഗൈഡൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. ആൻഡ് മീഡിയം റേഞ്ച് എന്ന് പറയുമ്പോൾ 1000 കിലോമീറ്റർ മുതൽ 3500 കിലോമീറ്റർ വരെ റേഞ്ചിൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈൽസ് ആണെന്ത്, മീഡിയം റേഞ്ച് മിസൈൽസ് എന്ന് പറയുന്നത്. 1000 കിലോമീറ്റർ മുതൽ 3500 കിലോമീറ്റർ വരെയുള്ള റേഞ്ചിൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈൽസ് ആണെന്ത്, മീഡിയം റേഞ്ച് മിസൈൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു 2 സ്റ്റേജ് കാനിസ്റ്റർ മിസൈൽ ആണ്. ആൻഡ് ഈ ഒരു മിസൈലിന്റെ അഗ്നി പ്രൈം മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1000 to 2000 കിലോമീറ്റർ ആണ്. മീഡിയം റേഞ്ച് മിസൈൽസ് എന്ന് പറയുന്നത് 1000 മുതൽ 3500 കിലോമീറ്റർ വരെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈൽസ് ആണ് മീഡിയം റേഞ്ച് മിസൈൽസ് എന്ന് പറയുന്നത്. അഗ്നി പി എന്ന് പറയുന്ന മീഡിയം റേഞ്ച് മിസൈൽ ആണ്. ആൻഡ് അഗ്നി പിയുടെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 1000 to 2000 കിലോമീറ്റർ ആണ്. സോ 1000 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ഒരു എനിമി സ്പോട്ടിനെ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു മിസൈൽ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള അഗ്നി മിസൈൽസിനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അഗ്നി പ്രൈം എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റർ മിസൈൽസ് ആണ്. ആൻഡ് അഗ്നി സീരീസിലെ 6ാമത്തെ മിസൈൽ ആണെന്ത്, അഗ്നി പ്രൈം എന്ന് പറയുന്നത്. അഗ്നി സീരീസ് എന്ന് പറയുന്നത് 1989 ലോഞ്ച് ചെയ്തിട്ടുള്ള മിസൈലാണ്. സോ അഗ്നി സീരീസ് എന്ന് പറയുന്നത് 1989 എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. 1989 ഫസ്റ്റ് അഗ്നി മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അഗ്നി 1. അഗ്നി 1 ആണ് അഗ്നി സീരീസിലെ ആദ്യത്തെ മിസൈൽ എന്ന് പറയുന്നത്, വിച്ച് വാസ് ഡെവലപ്ഡ് ഇൻ 1989. 1989 ഡെവലപ്പ് ചെയ്ത അഗ്നി 1 ആണെന്ത്, ഫസ്റ്റ് അഗ്നി സീരീസ് മിസൈൽ എന്ന് പറയുന്നത്. അതിനുശേഷം അഗ്നി 2, അഗ്നി 3, അഗ്നി 4, അഗ്നി 5 എല്ലാം ഉണ്ട്. ആൻഡ് 6ാമത്തെ ജനറേഷൻ ആണെന്ത്, അഗ്നി പ്രൈം ഓർ അഗ്നി പി എന്ന് പറയുന്നത്. ആൻഡ് അണ്ടർ ഡെവലപ്മെന്റ് അഗ്നി 6 എന്നുള്ള കാറ്റഗറി ഓഫ് മിസൈൽസ് അണ്ടർ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഗ്നി 6 എന്നുള്ള കാറ്റഗറി ഓഫ് മിസൈൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്താണ് അഗ്നി പ്രൈം എന്ന് പറയുന്നത്. അതായത് 6th ജനറേഷൻ ആണ്. അഗ്നി സീരീസിൽ തന്നെ 6ാമത്തെ ജനറേഷൻ മിസൈൽ ആണെന്ത്, അഗ്നി പ്രൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, CP രാധാകൃഷ്ണൻ ഇലക്ടഡ് ആസ് ദ 15th വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. CP രാധാകൃഷ്ണനെ ഇന്ത്യയുടെ 15th വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് CP രാധാകൃഷ്ണൻ ഡിഫീറ്റ് ചെയ്തത് B. സുദർശൻ റെഡ്ഡിയാണ്. CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് NDAയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു CP രാധാകൃഷ്ണൻ. ആൻഡ് CP രാധാകൃഷ്ണൻ ഡിഫീറ്റ് ചെയ്തത് INDAയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള B. സുദർശൻ റെഡ്ഡിയാണ് എന്ത് ചെയ്യുന്നത്, CP രാധാകൃഷ്ണൻ ഡിഫീറ്റ് ചെയ്യുന്നത്. ആൻഡ് 15th വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ 15th വൈസ് പ്രസിഡന്റ് ആണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 14th വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീപ് ധൻഖഡ് ഹെൽത്ത് റീസൺസ് മൂലം റിസൈൻ ചെയ്ത ആ ഒരു വേക്കൻസിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോ ഇലക്ഷൻസ് നടന്നതും. ആൻഡ് CP രാധാകൃഷ്ണൻ 15th വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടതും. ധൻഖഡ് 15th വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യപ്പെട്ടത്. ജഗ്ദീപ് ധൻഖറിന്റെ സ്പെല്ലിംഗ് ഇതാണ്, ജഗ്ദീപ് ധൻഖർ. നെക്സ്റ്റ്, വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള ചില കീ ഫാക്ട്സ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ്.
ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ഓർ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. പ്രസിഡന്റിന് ശേഷം ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ 63 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 63 ആണ് വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു ഓഫീസ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി വൈസ് പ്രസിഡന്റ് എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് കേസിൽ നടക്കുന്നത്. വൈസ് പ്രസിഡന്റിനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് ഇലക്ഷൻസും ഇൻഡയറക്റ്റ് ഇലക്ഷനും. ഡയറക്റ്റ് ഇലക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുന്നു, ഒരാളെ ഇലക്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡയറക്റ്റ് ഇലക്ഷൻ. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ ഇലക്ട് ചെയ്ത നമ്മുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നു, ഒരാളെ ഇലക്ട് ചെയ്യുന്നു, അതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ടറൽ കോളേജ് ആണ്. ഈ ഇലക്ടറൽ കോളേജിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് പാർലമെന്റിന് രണ്ട് ഹൗസസ് ഉണ്ട്. പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് 2 ഹൗസ്. ഇന്ത്യൻ പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയും. ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സും അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സും, സോ ഇലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഇവർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. സോ ആരാണ് വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഇലക്ടറൽ കോളേജ് ആണ്. ഈ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ലോക്സഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ്, രാജ്യസഭയിലെ ഇലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ്. പാർലമെന്റിന്റെ 2 ഹൗസസിലെയും ഇലക്ടഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് 2 പേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ഇനി വൈസ് പ്രസിഡന്റ് ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? വൈസ് പ്രസിഡന്റ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ, ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹി ഷുഡ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 35 ഇയേഴ്സ്, 35 വയസ്സെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നതാണ് രാജ്യസഭാ മെമ്പർഷിപ്പിന് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. രാജ്യസഭയിലേക്ക് ഒരാളെ ഇലക്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണോ അതേ ക്വാളിഫിക്കേഷൻ തന്നെ ആർക്കും വേണം, വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കും ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും തന്നെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? സോ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കീഴിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് കിട്ടാവുന്ന ഒരു ഓഫീസ് ഓർ പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന ആള് ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് വൈസ് പ്രസിഡന്റ് ടേം കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷമാണ് വൈസ് പ്രസിഡന്റ് ടെന്യൂർ എന്ന് പറയുന്നത്. സോ വൈസ് പ്രസിഡന്റ് ഓഫീസ് അസ്യൂം ചെയ്യുന്ന ആ ഒരു ഡേറ്റ് മുതൽ അടുത്ത 5 കൊല്ലമാണെന്ത്, വൈസ് പ്രസിഡന്റ് ടെന്യൂർ എന്ന് പറയുന്നത്. ആൻഡ് വൈസ് പ്രസിഡന്റ് വേണമെന്നുണ്ടെങ്കിൽ ടെന്യൂർ അവസാനിക്കുന്നതിന് മുന്നേ, കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ 14th വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗ്ദീപ് ധൻഖഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കാലാവധി ടെന്യൂർ അവസാനിക്കുന്നതിന് മുന്നേ റിസൈൻ ചെയ്തു. അങ്ങനെ വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്ക് റിസൈൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. വൈസ് പ്രസിഡന്റിന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രസിഡന്റിന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, വൈസ് പ്രസിഡന്റിന് തന്റെ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. വൈസ് പ്രസിഡന്റ് തന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആയിരിക്കും. ആൻഡ് വേണമെന്നുണ്ടെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, വൈസ് പ്രസിഡന്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നേ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, രാജ്യസഭയിൽ ഒരു റെസല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പാർലമെന്റിന് എസ്പെഷ്യലി രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ആ പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ, വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രാജ്യസഭയിലുള്ള മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ആദ്യം തന്നെ വൈസ് പ്രസിഡന്റിന് ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. 14 days മുന്നേ എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്, ഇന്നതാണ് റീസൺസ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് സെർവ് ചെയ്യണം. ആ നോട്ടീസ് കൊടുത്ത് 14 ദിവസം കഴിഞ്ഞതിന് ശേഷം രാജ്യസഭയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസല്യൂഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ഈ റെസല്യൂഷൻ എന്ത് ചെയ്യണം, രാജ്യസഭയിൽ പാസ്സാകണം വിത്ത് ആൻ ഇഫക്റ്റീവ് മെജോറിറ്റി. രാജ്യസഭയിൽ ഈ ഒരു റെസല്യൂഷൻ എന്ത് ചെയ്യണം, ഇഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാകണം.
ഇനി എന്താണ് ഇഫക്റ്റീവ് മെജോറിറ്റി? ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് 50% ഓഫ് ദി ഇഫക്റ്റീവ് സ്ട്രെങ്ത് ആണ് ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 245 ആണ്. ഈ 245 മെമ്പേഴ്സിൽ 5 മെമ്പേഴ്സിന്റെ കാലാവധി കഴിഞ്ഞു, അവർ റിട്ടയർ ആയെന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ രാജ്യസഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 240 ആണ്. കാരണം 5 വേക്കൻസീസ് ഉണ്ട്. 5 വേക്കൻസീസ് മാറിക്കഴിഞ്ഞാൽ ബാക്കി 240 ആണെന്ത് രാജ്യസഭയുടെ ഇഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ഇഫക്റ്റീവ് സ്ട്രെങ്തിന്റെ 50% പ്ലസ് 1, അതായത് ഈ 240ന്റെ 50% പ്ലസ് 1 എത്രയാണോ ടോട്ടൽ സ്ട്രെങ്തിൽ നിന്ന് വേക്കൻസി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതാണ് ഇഫക്റ്റീവ് സ്ട്രെങ്ത്. ആ ഇഫക്റ്റീവ് സ്ട്രെങ്തിന്റെ 50% പ്ലസ് 1 ആണെന്ത് ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. സോ രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റെസൊല്യൂഷൻ എന്ത് ചെയ്യണം? ഒരു ഇഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാകണം. ആൻഡ് രാജ്യസഭയിൽ ഇത് ഇഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സായാൽ മാത്രം പോരാ, ലോക്സഭയിൽ എത്തുമ്പോൾ ഈ റെസൊല്യൂഷൻ എന്ത് ചെയ്യണം? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാകണം. ലോക്സഭയിലും ഈ ഒരു റെസൊല്യൂഷൻ, വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റെസൊല്യൂഷൻ എന്ത് ചെയ്യണം? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാകണം. അങ്ങനെയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിരിക്കും എന്ത്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. വൈസ് പ്രസിഡന്റ് പവർ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വൈസ് പ്രസിഡന്റ് ആണെന്ത്? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രസിഡന്റ് ഓഫീസിൽ വേക്കൻസി വന്നാലോ, പ്രസിഡന്റ് ഓഫീസിൽ ആബ്സെൻസ് വന്നു കഴിഞ്ഞാലോ വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യണം? ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. സോ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് 2 ഡ്യൂട്ടീസ് ആണുള്ളത്. വൈസ് പ്രസിഡന്റ് ആണ് ഇന്ത്യയിൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഓഫീസിൽ വേക്കൻസി വന്നാലോ, അല്ല പ്രസിഡന്റ് ഓഫീസിൽ ആബ്സെൻസ് വന്നാലോ വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യണം? പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ചെയ്യണം. ഇത് രണ്ടുമാണ് പ്രസിഡന്റിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബ്ലാക്ക് ടൈഗേഴ്സ്. ബ്ലാക്ക് ടൈഗേഴ്സും റീസെന്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ടേം ആണ്. എന്താണ് ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റിങ്ക്ട് ടൈപ്പ് ഓഫ് സ്പീഷീസ് അല്ല. അതായത് ടൈഗേഴ്സിന്റെ തന്നെ ഒരു സെപ്പറേറ്റ് സ്പീഷീസ് ഒന്നുമല്ല ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പറയുന്നത് ബംഗാൾ ടൈഗർ തന്നെയാണ്. ബംഗാൾ ടൈഗർ തന്നെയാണ് ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്കൊരു ജെനറ്റിക് മ്യൂട്ടേഷൻ മൂലം കളറിനകത്ത് ഒരു ചേഞ്ച് വരുന്നുണ്ട്. നോർമൽ ടൈഗേഴ്സിന്റെ പുറത്ത് എന്തുണ്ട്? ബ്ലാക്ക് സ്ട്രൈപ്സ് ഉണ്ട്. എന്നാൽ ഒരു ജീൻ മ്യൂട്ടേഷൻ കാരണം ഈ ടൈഗേഴ്സ്, ബ്ലാക്ക് ടൈഗേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ നോർമൽ ടൈഗേഴ്സിന്റെ ബോഡിയിലുള്ള ബ്ലാക്ക് സ്ട്രൈപ്സിനെക്കാളും കുറച്ചും കൂടി തിക്കർ ആയിട്ടുള്ള ബ്ലാക്ക് സ്ട്രൈപ്സ് ആയിരിക്കും ബ്ലാക്ക് ടൈഗേഴ്സിന് വരുന്നത്. അതായത് ബോഡി കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ പോലെ തോന്നും. ആ ബ്ലാക്ക് സ്ട്രൈപ്സിന്റെ സൈസും കൂടുതലായിരിക്കും, തിക്നെസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ എണ്ണവും കൂടുതലായിരിക്കും. സോ ഇൻ ഇഫക്റ്റ് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ടൈഗർ ആയിട്ടേ തോന്നുള്ളൂ, ഡ്യൂ ടു ജെനറ്റിക് മ്യൂട്ടേഷൻ. ഇതാണ് ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പറയുന്നത്. സോ ബംഗാൾ ടൈഗേഴ്സിന്റെ തന്നെ ജെനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈഗേഴ്സ് ആണത് ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിൽ സിംലിപാൽ ടൈഗർ റിസർവിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ബ്ലാക്ക് ടൈഗേഴ്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. വേൾഡിൽ തന്നെ ബ്ലാക്ക് ടൈഗേഴ്സ് ഉള്ളത് സിംലിപാൽ ടൈഗർ റിസർവിൽ മാത്രമാണ്. സിംലിപാൽ ടൈഗർ റിസർവിൽ മാത്രമാണ് ലോകത്തില് ബ്ലാക്ക് ടൈഗേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന് പറയുന്ന ബംഗാൾ ടൈഗേഴ്സ് തന്നെയാണ്. ഒരു ജെനറ്റിക് മ്യൂട്ടേഷൻ മൂലം ചില ടൈഗേഴ്സിന്റെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ ബ്ലാക്ക് സ്ട്രൈപ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി തിക്കൻഡ് ആയിട്ടുള്ള ബ്ലാക്ക് സ്ട്രൈപ്സ് ഉണ്ടാകും. ആൻഡ് അതുമൂലം ഇവരെന്തായിരിക്കും? ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് സ്യൂഡോമെലനിസം. ഈ ഒരു ഫിനോമിന, അതായത് എക്സ്ട്രാ ബ്ലാക്ക് സ്ട്രൈപ്സ്, തിക്കൻഡ് ആയിട്ടുള്ള ബ്ലാക്ക് സ്ട്രൈപ്സ് ഉള്ള ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണെന്ത്? സ്യൂഡോമെലനിസം. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ടൈഗേഴ്സിനെ സ്യൂഡോമെലനിസ്റ്റിക് ടൈഗേഴ്സ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. ആൻഡ് വേൾഡിൽ തന്നെ ബ്ലാക്ക് ടൈഗേഴ്സിനെ ആകെക്കൂടി കാണാൻ സാധിക്കുന്നത് സിംലിപാൽ ടൈഗർ റിസർവിൽ മാത്രമാണ്. ഈ മെലനിസ്റ്റിക് ടൈഗേഴ്സിനെ കാണാൻ സാധിക്കുന്നത് വേൾഡില് സിംലിപാൽ ടൈഗർ റിസർവിൽ മാത്രമാണ്. ഇനി സിംലിപാൽ ടൈഗർ റിസർവ് എടുത്തു കഴിഞ്ഞാൽ ഒഡീഷയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സിംലിപാൽ ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒഡീഷയിലെ തന്നെ മയൂർഭഞ്ച് ഡിസ്ട്രിക്റ്റിലാണ് സിംലിപാൽ ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 1956 ഇതൊരു ടൈഗർ റിസർവ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സിംലിപാൽ ടൈഗർ റിസർവിനും ആ ഒരു ടൈഗർ റിസർവ് എന്നുള്ള ആ ഒരു പൊസിഷൻ ഡെസിഗ്നേറ്റ് ചെയ്ത് കിട്ടുന്നത് 1956.
ആൻഡ് അതിനുശേഷം 1973 എന്ത് ചെയ്തു, ഇത് പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ട് മാറി. 1994 സിംലിപാൽ ടൈഗർ റിസർവ് ഒരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് 2009 മുതൽ സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിന്റെ പാർട്ടാണ്. 2009 സിംലിപാൽ ടൈഗർ റിസർവിനെ യുനെസ്കോ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിൽ എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് സിൻസ് 2009 സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിന്റെ ഒരു പാർട്ടാണ്. ആൻഡ് സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് സിംലിപാൽ കുൽഡിഹ ഹഡ്ഗാഡ് എലിഫന്റ് റിസർവിന്റെ പാർട്ടാണ്. സോ ഒരു ബ്രോഡർ സിംലിപാൽ കുൽഡിഹ ഹഡ്ഗഡ് എലിഫന്റ് റിസർവിന്റെ ഒരു പാർട്ടാണെന്ത് സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സിംലിപാൽ കുൽഡിഹ ഹഡ്ഗഡ് എലിഫന്റ് റിസർവിനെ പോപ്പുലർ ആയിട്ട് വിളിക്കുന്ന പേരെന്ന് പറയുന്നത് മയൂർഭഞ്ച് എലിഫന്റ് റിസർവ് ആണ്. ഈ ഒരു മയൂർഭഞ്ച് എലിഫന്റ് റിസർവിന്റെ ഒരു പാർട്ടാണെന്ത് സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിംലിപാൽ കുൽഡിഹ ഹഡ്ഗഡ് എലിഫന്റ് റിസർവില് 3 പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണുള്ളത്. സിംലിപാൽ ടൈഗർ റിസർവ് ഉണ്ട്, ഹഡ്ഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ആൻഡ് കുൽഡിഹ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഇങ്ങനെ 3 പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ചേരുന്ന സിംലിപാൽ കുൽഡിഹ ഹഡ്ഗഡ് എലിഫന്റ് റിസർവിന്റെ ഒരു പാർട്ടാണെന്ത് സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സിംലിപാൽ ടൈഗർ റിസർവില് 2 ട്രൈബ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലുള്ള 2 ട്രൈബ്സ് ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എറങ്ക ഖരിയാസും മൻഖർഡിയാസും. എറങ്ക ഖരിയാസും മൻഖർഡിയാസും ആണ് സിംലിപാൽ ടൈഗർ റിസർവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത്, ഓർ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾ ഫോർ ദിസ് വീക്ക്. ഈ ഒരു വീക്കിൽ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. നെക്സ്റ്റ് വീക്കിൽ കുറച്ച് പുതിയ ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.